യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രഹിച്ചതുപോലെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അതെ, നമ്മളെ ലോകം കണ്ടത് നമ്മൾ ജനിച്ചതിന് ശേഷമാണ്. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ്, എന്തെങ്കിലും നമ്മൾ ആകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ കാണുകയും ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അത് ദൈവത്തിൻ്റെ ഫോർ നോളജാണ്, ദൈവത്തിൻ്റെ മുന്നറിവാണ്. ആ മുന്നറിവിൽ ദൈവം എന്നെ ഞാനാകുന്നത് പോലെ തന്നെ കണ്ടു. അതേപോലെ തന്നെ ഞാൻ എന്തായിത്തീരുമെന്നും എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നും ദൈവം മുൻകൂട്ടി അറിഞ്ഞു. ആ അറിവിൽ തന്നെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമേറിയ കാര്യമെന്ന് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ ദൈവത്തിൻ്റെ ഫോർ നോളജിനെ കുറിച്ച്, ദൈവത്തിൻ്റെ മുന്നറിവിനെ കുറിച്ച് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം തന്നെ ദൈവം അബ്രഹാമിനെ മുന്നറിഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കേവലം വിളി മാത്രമല്ല, അബ്രഹാമിന് ആ വിളിയോടുകൂടെ ദൈവം വാഗ്ദത്തങ്ങളും കൊടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമായിരുന്നല്ലോ. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഒരു ലക്ഷ്യം ദൈവം അബ്രാമിന് കൊടുക്കുക. നോക്കൂ, ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം പറയുന്നു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. കാണിച്ചിട്ടല്ല ദൈവം വിളിക്കുന്നത്, മറിച്ച് ഐ വിൽ ഷോ യു, ഞാൻ നിന്നെ കാണിക്കും. അതിൻ്റെ അർത്ഥം വിശ്വാസത്തോടുകൂടിയുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്. നമ്മുടെ ജീവിതവും അങ്ങനെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോക്കൂ, അതുകൊണ്ട് തന്നെയാണല്ലോ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്നത്. കാരണം വിശ്വാസത്താലുള്ള യാത്രയ്ക്ക് വേണ്ടി, വിശ്വാസത്താലുള്ള ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഇവിടെ നമുക്ക് ആരൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ നമുക്ക് ദൈവത്തെയും അബ്രഹാമിനെ മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നീ ചിലത് വിടണം. ഒന്നാമത് നിന്റെ ദേശത്തെ നീ വിടണം, രണ്ടാമത് നിന്റെ ചാർച്ചക്കാരെ നീ വിടണം, മൂന്നാമത് നിന്റെ പിതൃഭവനത്തെയും നീ വിടണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? പല ആളുകളും ചിന്തിക്കുന്നത്, നമ്മൾ കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ അപ്പൻ്റെ വീട്ടുകാരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ ദേശത്തെയൊക്കെ വിടണം എന്നുള്ളതാണ്. പക്ഷെ അതല്ല ഇവിടുത്തെ അർത്ഥമെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അക്ഷരികമായി കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ആത്മീക അർത്ഥം നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ തരുണത്തിൽ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന സമയത്ത് യേശു പറഞ്ഞല്ലോ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്ത് അവൻ അനുഗമിക്കട്ടെ. അതേപോലെ തന്നെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ വിടുന്നതിനെക്കുറിച്ചും യേശു സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്നും കർത്താവ് യേശുക്രിസ്തു ലിഖിതമായിട്ട് നമ്മൾ അവരെ വിടണം എന്നുള്ളതിനെ കുറിച്ചല്ല പറയുന്നത്. എന്നു മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു ഫാമിലി റിലേഷൻഷിപ്പിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തു എന്നുള്ളതും നമുക്ക് പുതിയ നിയമ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ എന്നെ സ്പർശിച്ചതായ ഒരു കാര്യം, പത്രോസ് യേശുക്രിസ്തുവിനെ അനുഗമിച്ചപ്പോൾ അവൻ പടകും വലയും വിട്ടാണ് യേശുവിനെ അനുഗമിച്ചത്. എന്നാൽ തൻ്റെ ഭവനത്തെ അവൻ മറന്നില്ല. ഭവനത്തോടുള്ള സ്നേഹം അവൻ എപ്പോഴും പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ പത്രോസിൻ്റെ അതേ അമ്മായി അമ്മയ്ക്ക് പനി പിടിച്ചപ്പോൾ യേശുവിൻ്റെ അടുക്കൽ പത്രോസ് വന്ന് പറയുന്നത്, യേശുവേ, എൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മാതാവിനെ പനിയായിട്ടിരിക്കുന്നു. യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിക്കണമെന്നാണ് യേശു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ യേശു അപ്രകാരം ചെയ്യുമായിരുന്നോ? ഇല്ല. അതേപോലെ തന്നെ യേശുക്രിസ്തു ക്രൂശിൽ ആയിരിക്കുമ്പോൾ, കഷ്ടാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഒരു കരുതൽ യേശു യോഹന്നാനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഫാമിലി റിലേഷൻഷിപ്പിന് യേശുക്രിസ്തു വളരെ വലിയ പ്രാധാന്യം കൊടുത്തു. കാനായിലെ കല്യാണത്തിന് യേശുക്രിസ്തു പോയി സംബന്ധിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഡോക്യുമെന്റ് ചെയ്യാത്തതായ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ
സുവിശേഷങ്ങളിൽ പറയാത്തതായ എത്രയോ പ്രധാനപ്പെട്ട ചടങ്ങുകളിലും എത്രയോ പ്രധാനപ്പെട്ട ഭവനങ്ങളിലും യേശു കടന്നു ചെന്ന് കാണും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നത് തൻ്റെ ഭവനത്തെ മറക്കാനോ അല്ലെങ്കിൽ ദേശത്തോ വിടാനോ അങ്ങനെയുള്ള ഒരു ചിന്തയിലല്ല, മറിച്ച് അവൻ ദൈവത്തെ അനുഗമിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ അവൻ അവഗണിക്കുക, ഒഴിവാക്കുക എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. ആ കാലത്ത് നമുക്കറിയാം, ഈ ആളുകളെല്ലാം തന്നെ ഒരു ദേശത്ത് തന്നെ അവർ ഒന്നിച്ച് പാർക്കുന്നതായ ആളുകളായിരുന്നു. പക്ഷേ ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിന് ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ദൈവത്തിന്റെ പദ്ധതി കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുചെല്ലുക എന്നുള്ളതാണ്. അതേ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുചെല്ലുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ ദൈവം അത് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ആ ഒരു ദർശനത്തിലേക്ക് നിനക്ക് കടന്നു വരാൻ കഴിയണമെങ്കിൽ യു ഹാവ് ടു മൂവ്. നീ അവിടുന്ന് മാറണം. അവിടുന്ന് മാറിയെങ്കിൽ മാത്രമേ നിനക്ക് ചെല്ലുവാൻ കഴിയത്തുള്ളൂ. നിന്നെ കൊണ്ടത് സാധ്യമാണ്. ഒരുപക്ഷെ അബ്രഹാമിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഞാനിങ്ങനെ ഭാവനയിൽ ചിന്തിക്കാറുണ്ട്. അബ്രഹാം ഈ ഒരു വിളി കേട്ടപ്പോഴേ, ഇന്നലെ നമ്മൾ ചിന്തിച്ചു 2 പ്രാവശ്യം ദൈവം അബ്രഹാമിനെ വിളിച്ചെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ വിളിയുടെ ആ ആദ്യത്തെ വിളിക്ക് ശേഷം അബ്രഹാമിന്റെ ഉള്ളിൽ കടന്നു വന്ന ചിന്തകൾ എന്തായിരിക്കാം? ഒന്നുകിൽ അബ്രഹാമിന് തൻ്റെ പിതാവായ തേരഹിനെ കുറിച്ച് ചിന്ത അവനെ വളരെ അലട്ടി. കാരണം തേരഹ് നല്ല പ്രായത്തിലായിരിക്കുന്ന ഒരു സമയമാണ്. എന്ന് മാത്രമല്ല, തേരഹിന്റെ ജോലി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, അതുമായി ആ കുടുംബം ബിസിനസ്സിൽ ഏർപ്പെടുന്നതായ ആ അവസ്ഥകൾ, ഇതെല്ലാം അബ്രഹാമിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അബ്രഹാമിന് മനസ്സിലായി ദൈവത്തിന്റെ വിളി, ആ വിളിയെക്കുറിച്ചുള്ള വ്യക്തത അബ്രഹാമിനുണ്ട്. നമുക്കും വ്യക്തത ഉണ്ടായിരിക്കണം. നമ്മുടെ വിളിയെക്കുറിച്ചുള്ള വ്യക്തത എന്താണ്? ഇവിടെ അബ്രഹാമിന്റെ വിളിയെക്കുറിച്ചുള്ള വ്യക്തത അബ്രഹാമിന് അറിയാം. ഞാൻ മൂവ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ ഇവിടെ നിന്ന് പോകേണ്ട ഒരു വ്യക്തിയാണ്. ഒരു ദേശത്തേക്ക് ഞാൻ പോകേണ്ട വ്യക്തിയാണ്. അതും എനിക്ക് അറിയാത്തൊരു ദേശം. എനിക്ക് എൻ്റെ ഡെസ്റ്റിനേഷൻ അറിയില്ല. പക്ഷെ അത് എന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അതിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നോക്കേണ്ടത്, ഞാൻ പ്രതീക്ഷിക്കേണ്ടത് ആ ദേശമല്ല. ഞാൻ ആ ദേശത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിലല്ല പോകേണ്ടത്. മറിച്ച് എന്നെ വിളിക്കുന്ന ദൈവത്തോടുള്ള കാഴ്ചപ്പാടിൽ, ആ ദൈവമുഖത്തേക്ക് തന്നെ നോക്കി പോയെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയത്തുള്ളൂ. ഇതാണ് വിശ്വാസത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, ദൈവമേ നീ വെളിപ്പെടുത്തണം, ഞാൻ ഏത് ദേശത്തേക്ക് പോകുന്നത്, അതിൻ്റെ പേരൊന്ന് പറയില്ലേ ദൈവമേ. പക്ഷെ ദൈവം പറയുന്നു, ദിസ് ഇസ് എ ജേണി ഓഫ് ഫെയ്ത്ത്. ഇത് വിശ്വാസത്തിന്റെ ജീവിതമാണ്. അങ്ങനെ വിശ്വാസത്തിന്റെ ജീവിതമാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ മുഴുവൻ ഏകാഗ്രതയും എല്ലാം തന്നെ ആ വിളിച്ചവങ്കലേക്കായിരിക്കും. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മോട് പറയുന്നു, ബാ നമുക്കൊരു സ്ഥലം വരെ പോകാം. നമ്മൾ ആ വ്യക്തിയെ വിശ്വസിച്ച് അവനോട് ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ നമുക്ക് സ്ഥലം അറിയത്തില്ല. പക്ഷെ ആ സ്ഥലം അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കണ്ണും കാതും കൂർപ്പിച്ച് അദ്ദേഹത്തിന് മുമ്പാകെ നിൽക്കുന്ന പോലെ ദൈവത്തിന് മുമ്പാകെ അബ്രഹാം നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതേപോലെ തന്നെ അബ്രഹാം ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് എബ്രായ ലേഖനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യം, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിന്റെ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ഒന്നാമത്, നമ്മൾ ദൈവത്തോട് ചോദിക്കരുത്, ദൈവമേ നീ എന്നെ എന്താക്കും, നീ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എൻ്റെ ഭാവി എന്താകും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളിൽ അത് അവിശ്വാസത്തിന്റെ വിത്തായി തന്നെ രൂപാന്തരം പ്രാപിക്കുമെന്ന് നമ്മൾ അറിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അവിശ്വാസത്തിന്റെ വിത്തുകളുണ്ട്. ആ വിത്തുകളെല്ലാം തന്നെ നമ്മുടെ ചോദ്യങ്ങളാണ്. ദൈവമേ എന്തായിത്തീരും? എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും? എൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിത്തീരും? എൻ്റെ ഭാവി എന്തായിത്തീരും? ഞങ്ങളുടെ വീട് സംബന്ധിച്ച് ഞങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിത്തീരും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആ ചോദ്യങ്ങൾ എല്ലാം തന്നെ നമ്മളിൽ അവിശ്വാസത്തിന്റെ വിത്തുകളായി ഇരിക്കുക. എന്നാൽ ആ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. കാരണം നമ്മളിൽ വരേണ്ടത് വിളിച്ചതായ ദൈവത്തോടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം എന്താണ് പറയുന്നത്? ആ വിശ്വാസം പറയുന്നത് വിളിച്ച ദൈവം വിശ്വസ്തൻ എന്നുള്ളതാണ്. ദൈവത്തെ വിശ്വസ്തനെന്നെണ്ണി യാത്ര ചെയ്യുവാൻ അബ്രഹാമിന് സാധിച്ചു. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാളുകളിൽ അവൻ്റെ പ്രതീക്ഷയുടെ നാളുകളായിരിക്കും.
അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാവി കാലത്തെ ഓർത്ത്, അതേ വചനത്തിൽ പറയുന്ന പോലെ ഭാവി കാലത്തെ ഓർത്ത് പുഞ്ചിരി തൂകുവാൻ കഴിയുന്നതായ അനുഭവമായിരിക്കും. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അവിശ്വാസത്തിന്റെ വിത്തുകളുണ്ടോ? അവിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യുന്നതായ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അവയ്ക്കെല്ലാം നിങ്ങൾ ഇന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം. അതെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിയണം. ദൈവം അവനെ ആ ദേശം കാണിച്ചില്ല. എന്താ ദൈവം കാണിക്കാനത്? അതിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അബ്രഹാം ദൈവത്തെ പൂർണ്ണമായും അനുസരിപ്പാൻ, പൂർണ്ണമായും ദൈവത്തെ അനുഗമിക്കുവാനുള്ള ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു അത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിളിയുടെ പുറകിലുള്ള ആശ എന്താണ്? ആ ആശ എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ ആ വലിയ പദ്ധതിയാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അബ്രഹാമിനെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചു എന്നുള്ളത്. ധാരാളം കാര്യങ്ങൾ നമുക്ക് അത് സംബന്ധിച്ച് പറയാനുണ്ട്. എന്നാൽ മുമ്പോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ചതായ അതേ ആശയങ്ങൾ തന്നെ അതിൻ്റെ പൂർണ്ണമായ ഒരു അളവിലേക്ക് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. എൻ്റെ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ദൈവത്തെ ശരിയായി വിശ്വസിക്കാൻ കഴിയാറുണ്ടോ? അതോ നിങ്ങൾക്ക് ദൈവത്തെ ശരിയായി വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ ഉള്ളിൽ അവിശ്വാസത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായ, ഉൽപ്പാദിപ്പിക്കുന്നതായ അതേ ചോദ്യങ്ങളാകുന്ന വിത്തുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അവയെല്ലാം നമുക്ക് പറിച്ചു കളവാൻ, അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മ ചെയ്ത് ദൈവത്തിൽ അബ്രഹാമിനെ പോലെ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളിലുള്ള അവിശ്വാസത്തെ ഉൽപ്പാദിപ്പിക്കുന്നതായ അതേ ചോദ്യങ്ങളാകുന്ന വിത്തുകൾ അവയെല്ലാം ഞങ്ങളിന്ന് മാറട്ടെ. നാളെ എന്തായിത്തീരും, എന്ത് സംഭവിക്കും എന്നിത്യാദി ചോദ്യങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ അവിശ്വാസത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായ വിത്തുകളായി മാറുമ്പോൾ അതേമേൽ ജയം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ അബ്രഹാം ഒരു മാതൃകയായി നിൽപ്പുണ്ട്. ദൈവത്തെ എപ്രകാരം അനുസരിക്കണം, ദൈവത്തെ എപ്രകാരം വിശ്വസിക്കണം, അതുപോലെ ആയിത്തീരുവാൻ ഇന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ എന്നെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ എന്നെ അറിയിക്കുക. കൂടാതെ നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക്, പ്രാർത്ഥനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനായി ഞങ്ങളെ വിളിക്കുക. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.